നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് രണ്ട് പാർട്ടായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇത് ബിഗ് സൈസ് ആണ്. നല്ല സി ടൈപ്പിൽ കബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിങ്കും വരുന്നുണ്ട്. ഇവിടെയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, മേലെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ലൊരു സിങ്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിൽ കാണുന്ന യൂട്ടിലിറ്റി ഏരിയ ആണ്. നല്ല സ്പേഷ്യസ് ആണ്. സാധാരണ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റെയർ റൂം അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അകത്തുനിന്ന് കയറാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടൈലുകളൊക്കെ തന്നെ ബെഡ്റൂമിൽ വിരിച്ചിരിക്കുന്ന സെയിം ടൈൽ തന്നെയാണ് വന്നുള്ളത്. വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അയൺ ടേബിൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. 6 സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത്. ഈ പ്ലോട്ടിൻ്റെ കറക്റ്റ് മിഡിലായിട്ടാണ് വീട് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ സ്പേസ് ധാരാളം ഉണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. വീട് ഒട്ടും കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കിഴക്കമ്പലത്താണ്. ബൈപ്പാസ് റോഡിനോട് ചേർന്ന് തന്നെയായിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 6 സെൻറ്റ് ഭൂമിയിൽ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ 5 BHK ആണ്. ഭംഗിയായിട്ട് വീട് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ മൂവാറ്റുപുഴയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. മാത്രമല്ല നല്ലൊരു പഞ്ചായത്തിലും കൂടിയാണ് ഈ വില്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ആദ്യം നമുക്കിതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. കണ്ടുമറന്ന പില്ലറിൻ്റെ ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പില്ലറിലാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയായിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. കയറി വരാൻ നമുക്ക് നമ്മുടെ പോർച്ചിനകത്തേക്ക്. നല്ല വിശാലമായുള്ളൊരു പോർച്ച് തന്നെയാണ്. 2 വാഹനം ഉൾക്കൊള്ളുന്ന രീതിയിൽ നല്ല വീതിയിൽ പോർച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടല്ല, ഒരു വലിയൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടൈലാണ് കൊടുത്തിട്ടുള്ളത് വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ ആയിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് ഒരു വാട്ടർ ലൈനും വരുന്നുണ്ട്. സെറ്റ് ബാക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ചുറ്റും സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 6 സെൻറ്റ് ഭൂമി ഉള്ളത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് നേരെ കിഴക്ക് ഭാഗത്തേക്ക് പോവാം. നടക്കാനുള്ള സ്പേസ് ഉണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വന്നിട്ടുണ്ട്. ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചരൽ വിരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചെടികളോ മറ്റ് വൃക്ഷങ്ങളോ തൈകളോ എന്തെങ്കിലുമൊക്കെ നടുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ നടാവുന്നതാണ്. ഇനി നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഇവിടെ ആയിട്ടും ടാപ്പ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാവുന്നതാണ്. അത്രയും സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ ലൈൻ വരുന്നുണ്ട്. വർക്ക് ഏരിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റായിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു അലക്കല് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ധാരാളം സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. ഇവിടെയും ഒരു ടാപ്പ് പോയിന്റ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഇതിന് കിണർ ഒരുക്കിയിട്ടുള്ളത്. ഭംഗിയായിട്ട് പുല്ലൊക്കെ കൊടുത്ത് നല്ലൊരു ചെങ്കലിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പെബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന കിണറും കൂടിയാണ്. വെള്ളത്തിനകത്ത് മോട്ടർ വെച്ചിരിക്കുകയാണ്. നമുക്ക് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. എലിവേഷൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ നല്ല LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ചെറിയൊരു പുൽത്തകിടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വാഹനം നമ്മുടെ ഈ ഫ്രണ്ട് വശത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ ഈ വീടിനുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ട്, അതും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റൗട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. ഡോറ് വന്നിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. 2 പീസ് ഡോറ്, നല്ല ഗേജുള്ള ഡോറും കിട്ടിയിട്ടുണ്ട്. നല്ല ലോക്കും തന്നെയാണ് ഇതിന് വന്നുള്ളത്. ഇവിടെയായിട്ട് മാഗ്നറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. ഒരു കോറിഡോറിൽ നിന്ന് കയറുന്ന രീതിയിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ്.
ഇങ്ങനെ കോർണർ സി ടൈപ്പിൽ നമുക്ക് സെറ്റീസ് ഇടാവുന്നതാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനൽ വെസ്റ്റ് സൈഡിലാണ് കൊടുത്തുള്ളത്. ഭംഗിയായിട്ട് ഇവിടെ ടി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഒരു ഗ്ലോസി ഡിസൈനാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ഒരു മാറ്റ് ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഭംഗിയുള്ളൊരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റായി കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസ് എല്ലാം ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലോസി ഡിസൈനാണ് ഫുള്ള് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇത് നോർത്ത് സൈഡാണ്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഗ്ലോസി മിക്സ് ആണ്. ഭംഗിയായിട്ട് ഇവിടെ വാഷ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സ് ആണ്. ഫുള്ള് സിറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വാഷ് കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. മിറർ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം ടൈല് തന്നെയാണ്. ഭംഗിയായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെയായിട്ട് ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പഴയ വീടിൻ്റെ മച്ചിനെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മേലെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്കിനി ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചനാണ്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. LED ലൈറ്റുകളായി കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതും ഗ്ലോസി ഡിസൈൻ തന്നെയാണ്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. കിഴക്കോട്ട് പാചകം ചെയ്യുന്ന രീതിയിൽ ഫുഡും ഹോബും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. 4 പാളി വലിയ വിൻഡോസും വന്നിട്ടുണ്ട്. മേലെയെല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിൻ്റ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെച്ചാലും കൺജസ്റ്റഡ് ആവില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. സിങ്കാണ് ഇനി കാണേണ്ടത്. 3 ടാപ്പ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സിങ്കാണ് വന്നുള്ളത്. അപ്പോൾ വലിയൊരു സിങ്ക് കിട്ടിയിട്ടുണ്ട്. സെറയുടെ തന്നെയാണ് 3 ടാപ്പും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ സെക്കൻഡ് കിച്ചണിലേക്ക് വരാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് നോർത്ത് സൈഡിലേക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഫുഡ് ഹോം അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിങ്കും അതുപോലെ തന്നെ നല്ല ടാപ്പും കൊടുത്തിട്ടുണ്ട്. കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ ഡോറും വന്നിരിക്കുകയാണ്. അപ്പം 2 പാർട്ടായിട്ട് തിരിഞ്ഞിരിക്കുന്ന കിച്ചണും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ തന്നെ നല്ല സ്പേസിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. താഴെ ഫസ്റ്റ് ബെഡ്റൂമിൽ, അതും സൗത്ത് വെസ്റ്റ് കോർണറിൽ. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഭംഗിയായിട്ട് ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ബേബിൻ്റെ വലയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കുഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ബെഡിൻ്റെ സൈസ് വരുന്നത്, അതായത് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 14 അടി നീളം, 11 അടി വീതി. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലാണ് വന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. വേണമെങ്കിൽ ഇവിടെ ഒരു കബോർഡ് കൊടുക്കാനുള്ള സ്പേസും നമുക്ക് ഇവിടെ ഉണ്ട്. നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഡൈവേറ്റർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റും വരുന്നുണ്ട്. കളർ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇത് സൗത്ത് സൈഡാണ്. അപ്പം സൗത്ത് ഈസ്റ്റ് കോർണറാണ്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കബോർഡും അതുപോലെ തന്നെ മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇവിടെ വേണമെങ്കിൽ വലിയൊരു കബോർഡോ ഒക്കെ നമുക്ക് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, ഇവിടെ ആയിട്ട് വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. ഗ്ലാസ് വരുന്നുണ്ട്. ഇവിടെ കയറുന്ന ഭാഗത്ത് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. പ്രൊഫൈൽ ലൈറ്റായി കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഒരു ടിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് കയറാം. ഇത് നോർത്ത് സൈഡ് ഒരു 3 പാളി ജനൽ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചേർന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ TV ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ അതിന് പവർ പോയിൻറ്റും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സോഫ സെറ്റീസ് ഇടാവുന്നതാണ്. മേലെയായിട്ട് വലിയൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് ഇടുകയും ചെയ്യും. ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. മാസ്റ്റർ ബെഡ്റൂം വരുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ്.
ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ. താഴത്തെ സെയിം കബോർഡ് തന്നെയാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. താഴത്തെ ബാത്റൂമിൻ്റെ അതേ സ്പേസ്, അതേ ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിൻ, മിറർ, ഇനി ഇവിടെ ഒരു ലൈറ്റ് വരാനുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീലർ, ഫ്ലഷ് ടാങ്ക്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്. ടൈലിൻ്റെ പാറ്റേൺ കറക്റ്റ് മാറിയിട്ടുണ്ട്. വെറ്റ് ഡ്രൈ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. സെയിം പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 14 അടി നീളം, 11 അടി വീതി. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡിനും ഒരു മാറ്റമില്ല, ഭംഗിയായിട്ട് കബോർഡും ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് ഒന്ന് പോവാം. നല്ലൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഇവിടെയായിട്ട് ഷവർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടർ തന്നെയാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. അവിടെ വേണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരെ കൊടുക്കാവുന്ന സ്പേസും നമുക്ക് ബാത്റൂമിനുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അപ്പർ ലിവിംഗ് സ്പേസിൽ മൂന്നാമത്തെ ബെഡ്റൂമാണ്. 14 അടി നീളം, 10 അടി വീതിയുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനെ ഒരു തിയേറ്റർ റൂമോ അല്ലെങ്കിൽ ഓഫീസ് റൂമോ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാവുന്നതാണ്. AC പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാം. ഇതും റൂഫ് ചെയ്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റെയർ ഒന്നും പുറത്തേക്കല്ല ചെയ്തേക്കുന്നത്, അകത്തുനിന്ന് തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുകയാണ്. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ. ഇവിടെയായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ടർ പോയിന്റ്, പവർ പോയിന്റ്, വേസ്റ്റ് ലൈൻ. അപ്പം ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം. അലക്കി വിരിച്ച് ഉണങ്ങാൻ നമുക്ക് ഇടാം. ഇവിടെയായിട്ട് അയൺ ടേബിൾ ഇടാം. ഇനി നമുക്ക് മേലേക്കൊന്ന് കയറാം. അകത്തുനിന്ന് കയറാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. വിശാലമായിട്ടൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസും കൂടി യൂസ് ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് മേലെയായിട്ടാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്, വാട്ടർ ടാങ്ക്. അതും ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഡ്രൈൻ ചെയ്യാവുന്ന രീതിയിൽ കറക്റ്റ് താഴേക്കായിട്ടാണ് അതിൻ്റെ ഔട്ട് കൊടുത്തിട്ടുള്ളത്, പൈപ്പിൻ്റെ ഔട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പ്രഷർ ഉണ്ടാവും താഴെ. ഇനി നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. ഇനി നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഒരു കോറിഡോർ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. നല്ല സ്പേഷ്യസ് ആണ്. മാത്രമല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഒരുപാട് അകത്തേക്ക് അടിക്കാത്ത രീതിയിൽ. ഇത് പടിഞ്ഞാറ് വശം ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല ലൈറ്റ് ആയിരിക്കും ഇവിടെ. അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിലാണ് പാരപ്പറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഭംഗിയായിട്ട് ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ്. മാത്രമല്ല ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ധാരാളം ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 6 സെൻറ്റ് ഭൂമിയിൽ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ 5 BHKയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 6 സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ സെറ്റ് ബാക്ക് നല്ല കറക്റ്റായിട്ട് വിട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്, ബാക്ക് വശം സ്പേസ് കൊടുത്ത് തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 1,10,00,000 രൂപ മാത്രമാണ് ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളും നമ്മൾക്കുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന വീടുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം മടിക്കാതെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.